പൊതുവെ മനുഷ്യരെല്ലാവരും ക്രിയേറ്റീവ് ആണ് എന്ന് പറയും. എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ തന്നെ സർഗാത്മകത എന്ന് പറയാം. നമ്മൾ ഓരോരോ പുതിയ കാര്യങ്ങൾ ചെയ്ത് പരീക്ഷിച്ച് നോക്കി അതിൽ കുറച്ച് സന്തോഷമൊക്കെ കണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് മികച്ചതായിട്ട് ചെയ്യാനുള്ള ഒരു നമ്മുടെ തന്നെയുള്ള ഒരു ത്വരയാണ് ഈ സർഗാത്മകത എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ക്രിയേറ്റിവിറ്റിക്ക് പല രീതിയിലുള്ള ബ്ലോക്കുകൾ അനുഭവപ്പെടാറുണ്ട്. ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളോട് ആരെങ്കിലും ഒന്ന് പറയും, ഇതെന്തിനാണ് നീ ഇത് ചെയ്യുന്നത്, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ നമ്മുടെ വിമർശന ബുദ്ധിയോടെ നോക്കുന്ന ആളുകൾ നമ്മുടെ ഈ സർഗാത്മകതയ്ക്ക് ഒരുപാട് ബ്ലോക്ക് കൊണ്ടുവരുന്നവരാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുകയുണ്ടായി. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ട്രെയിനറൊക്കെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ സീനിയർ ബോസ് വന്നിട്ട് ചോദിക്കാണ്, നിനക്ക് വേറെ പണിയൊന്നുമില്ല ഈ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് നടക്കാനായിട്ട്? കുറെ മന്ദബുദ്ധികൾ നീ ട്രെയിൻ ചെയ്യുന്നുണ്ട്, എന്ത് വിശേഷം ഇരിക്കുന്നത്? അദ്ദേഹം ഈ ഒരു വിവരം പറയുമ്പോഴത്തേക്ക് വളരെ ചിരിച്ച് നർമ്മത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണിത്. അദ്ദേഹത്തിന്റെ ഒരു ക്രിയേറ്റീവ് എബിലിറ്റിയെ അദ്ദേഹത്തിന്റെ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു ബോസ് അത് കണ്ടില്ലെന്ന് നടിക്കുകയും ഇനി ബോസിന്റെ മനസ്സിലുള്ള പല വിഷമങ്ങളായിരിക്കും അദ്ദേഹത്തിനോട് അങ്ങനെ പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. അപ്പൊ പലപ്പോഴും ഈ ക്രിയേറ്റിവിറ്റി നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. കുട്ടികളിൽ ധാരാളമുണ്ട്, അതിനെ പരിപോഷിപ്പിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ക്രിയേറ്റിവിറ്റി നന്നായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ പുതിയ ആശയങ്ങൾ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്.